ഒരു ചാനലിൽ പോയപ്പോൾ അവതാരക ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പിണറായി ഭരണകൂടം, പിണറായി വിജയന്റെ ഭരണകൂടം. ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. പിണറായി വിജയന്റെ ഭരണകൂടം ഞാൻ ആദ്യം വിട്ടു ഫോട്ടോന്ന് വെച്ചിട്ട് 1-2 പ്രാവശ്യം കേട്ടി, 3 കേട്ടി, 4ാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു പിണറായി വിജയന്റെ ഭരണകൂടമല്ല. ഈ ആങ്കർമാരെല്ലാം ബൈകാട്ട് പിടിച്ചിട്ടാണല്ലോ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലേ എന്ന് ഞാൻ പറഞ്ഞു അല്ല. അതോടുകൂടി ആ ചർച്ച അവിടെ അവസാനിച്ചു. വേറെ എന്ത് ചെയ്യാനാ? ഭരണകൂടം അങ്ങനെയാണുള്ളവർ പഠിച്ചു വെച്ചിട്ടുള്ളത്. പിണറായി വിജയന്റെ ഭരണകൂടം ഒന്നാണ് പഠിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല. അപ്പോ ആ ഒരു പെണ്ണുങ്ങളായിരുന്നു. പെണ്ണുങ്ങളിങ്ങനെ ആലോചിച്ചിട്ട് എന്നോട് ചോദിച്ചു, പിന്നെ ആരതാണ്? ഞാൻ പറഞ്ഞു നരേന്ദ്രമോദിയുടെ. അപ്പൊ പെണ്ണുങ്ങളൊന്ന് ഞെട്ടി. നരേന്ദ്രമോദിന്റെ? കാരണം അവർക്ക് ആലോചിക്കാൻ തന്നെ സാധിക്കുന്നില്ല. നരേന്ദ്രമോദിയുടെ ഭരണകൂടമാണെന്ന് പറഞ്ഞപ്പോ പിന്നെ ആ ചർച്ച മുന്നോട്ടേക്ക് പോകില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് ഭരണകൂടം? പോലീസ്, പട്ടാളം, ജയിലറ ഉൾപ്പെടെയുള്ളതിനെ പറ്റിയെല്ലാം നമുക്ക് ഭരണകൂടം എന്ന് പറയാം. അതിനെ പൊതുവായിട്ട് പറയുന്ന 4 കാര്യമുണ്ട്. ആർക്കറിയാം? 1 എക്സിക്യൂട്ടീവ്, 2 ജുഡീഷ്യറി, 3 ലെജിസ്ലേച്ചർ, 4 ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മാധ്യമ ശൃംഖല. ഈ 4ഉം ചേരുമ്പോഴാണ് ഭരണകൂടം. ഇതിൽ നമ്മൾ എക്സിക്യൂട്ടീവ് നമ്മളാണോ? ആണോ? ജുഡീഷ്യറി നമ്മളാണോ? അല്ല. പിന്നെ ലെജിസ്ലേച്ചർ നമ്മളാണോ? അതും അല്ലാന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചു. ആണോ? ലെജിസ്ലേച്ചർ നമ്മളാണ്. ഫോർത്ത് എസ്റ്റേറ്റ് ഈ മാധ്യമ ശൃംഖല നമ്മളതാണോ? അല്ല. അപ്പോ 4ൽ എത്രയുള്ളത്? നമ്മൾ 4ൽ എത്രയാണ് നമ്മളത്? 1. ബാക്കി 3 നമുക്കെതിര്. ആരാ എതിരായ വിഭാഗം? കുത്തക മുതലാളിമാർ, ഭൂപ്രഭുക്കന്മാർ, സാമ്രാജ്യത്വ ശക്തികൾ. ഈ 3ഉം ചേർന്നുള്ള ആശയത്തെ രൂപപ്പെടുത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതാണ് ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇത് നന്നായിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അതാണ് EMS പറഞ്ഞത്. ലോക ചരിത്രത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനസമ്മതിയോടെ അധികാരത്തിൽ വന്ന ലോകത്തെ ആദ്യത്തെ നാടേതാ? കേരളാണ്. നമുക്ക് ഈ കേരളത്തെ പറ്റി മനസ്സിലാവാനായിട്ടാണ്. ലോകോത്തരമാണ് നമ്മൾ കേരളത്തിന്റെ ഈ അറിവ്. അതാണ് കേരളം. ഒരു സംശയവും നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതില്ല. ഈ തെരഞ്ഞെടുപ്പിൽ നേടുന്ന ഉജ്ജ്വലമായ വിജയം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 3ാമത്തെ ടേമിലേക്കുള്ള യാത്രക്ക് കളമൊരുക്കുന്ന ഒന്നായിരിക്കും. ഒരു സംശയവും വേണ്ട. വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിന്റെ വികസനത്തെ ശക്തിയായിട്ട് മുന്നോട്ടേക്ക് നയിക്കുന്നതിനു വേണ്ടി വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരും എന്ന കാര്യത്തിൽ സംശയമില്ല. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടങ്ങളിലെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ, മന്ത്രിമാരെ, ഇടതുപക്ഷ പാർട്ടികളെയൊക്കെ അവഹേളിക്കുന്നതിനു വേണ്ടി, അപമതിപ്പുണ്ടാക്കുന്നതിനു വേണ്ടി വാർത്താമാധ്യമങ്ങളും ഒപ്പം നമുക്കറിയുന്നതുപോലെ ED ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളും സജീവമായിട്ട് രംഗത്ത് വരുന്നത് സ്ഥിരം ഒരു ഏർപ്പാടാണ്. ഇപ്രാവശ്യം എന്തേ ED ഒന്നും വരാത്തത് എന്നായിരുന്നു ഇന്നലെ വരെ ഞങ്ങളെല്ലാം ആലോചിച്ചത്. ഇന്ന് രാവിലെ ആവുമ്പോഴേക്ക് കൃത്യമായ വിവരം കിട്ടി. ED പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മസാല ബോണ്ടിന്റെ പേരിലല്ല ഇപ്പോൾ ചില വാർത്തകളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മസാല ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ED നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നല്ല. അത് വിട്ടു. നേരത്തെ ഐസക് ഉൾപ്പെടെയുള്ളവരോട് ഹൈക്കോടതി ഹാജരാവണം എന്ന നോട്ടീസ് കൊടുത്തതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഹാജരായി. വളരെ ലളിതമായൊരു ചോദ്യം ഐസക് ചോദിച്ചു കോടതിയുടെ ഭാഗമായിട്ട്. എന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കണമെന്ന നോട്ടീസിൽ ചൂണ്ടിക്കാണിച്ച കാര്യം എന്താണ് എന്നോട് ചോദിക്കാനുള്ളത്? കോടതിക്ക് മറുപടിയില്ല. ഐസക്കിനോട് എന്താണ് ചോദിക്കുന്നത് എന്ന കാര്യം മറുപടിയില്ല. അവസാനം കോടതി വെറുതെ വിട്ടു.
വെറുതെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വിളിച്ചതാണ്. ഒന്നും പറയാനില്ല, വിട്ടു. മസാല ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ചർച്ചയൊക്കെ നടന്നത്. ഇന്ന് വീണ്ടും നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. മസാല ബോണ്ടിന്റെ മേലല്ല, കിഫ്ബിയുടെ കയ്യിലുള്ള പണം ഭൂമി വാങ്ങുന്നതിനു വേണ്ടി ഉപയോഗിച്ചത് തെറ്റാണ് എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് പുതിയ നോട്ടീസ്. ഭൂമി കച്ചവടം നടത്താനല്ല കിഫ്ബി ഭൂമി വാങ്ങുന്നത്, റിയൽ എസ്റ്റേറ്റിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ നിയമത്തിൽ. എക്വിസേഷൻ നടപടിയുടെ ഭാഗമായിട്ടാണ് ഭൂമി ഏറ്റെടുത്തത്. അത് പാടില്ല എന്ന് നിയമം അനുശാസിക്കുന്നില്ല. പിന്നെ എന്തേ ഇപ്പോഴും നോട്ടീസ് അയക്കാൻ കാരണം? നിങ്ങൾ മനസ്സിലാക്കണം, ഈ കേരളത്തിന്റെ സമഗ്ര വികസനം. ഞാനിപ്പോഴ് കാസർഗോഡ് നിന്ന് സാധാരണ പൊയിനാച്ചി വഴി അല്ലേ സാധാരണ ഇങ്ങോട്ട് വരിക. ഞാൻ മുമ്പേ 1982-83 സ്ഥിരമായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് ഈ പടപ്പും കുറ്റിക്കോലും വേറെടുക്കുകയും ബന്തെടുക്കുകയെല്ലാം. പൊയിനാച്ചി വഴിയാ വരിക. ഇതിലേക്കൂടി വഴിയുണ്ട്, പുഴ കടന്ന് വരണം. അന്ന് പാലവുമില്ല. ഇന്നിപ്പോഴും എത്ര വേഗ കാസർഗോഡ് നിന്ന് ഇവിടെ എത്തിയത്. വളരെ മുളിയാർ വഴി വളരെ വേഗത്താൻ കഴിയും. പാലായി. പിന്നെ റോഡ് എത്ര സുന്ദരമായ റോഡാണ് അല്ലേ. വളരെ ഉൾപ്രദേശത്തുകൂടി കടന്നു വരുന്ന റോഡാണത്. വലിയ രീതിയിൽ പണം ചെലവഴിച്ച് കിഫ്ബി ഉണ്ടാക്കിയ റോഡാണ്. ആ കിഫ്ബി റോഡിലൂടെയാണ് കുറ്റിക്കോലിൽ ഞാൻ എത്തിയത്. അപ്പോൾ നമുക്ക് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി കേരള ഗവൺമെന്റിന്റെ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചാൽ എത്രയാണ് നമുക്ക് പണം ചെലവഴിക്കാനാവുക? സാധിക്കില്ല. പക്ഷേ കഴിഞ്ഞ 9.5 വർഷം കൊണ്ട് ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയാണ് കിഫ്ബി വഴി കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി നിക്ഷേപിച്ചത്. എത്ര? ഓർമ്മയുണ്ടാവണം ഞാൻ പറയുന്നത്. ഞാൻ ചോദ്യം ചോദിക്കാനല്ലോ തുടങ്ങിപ്പോ. പറഞ്ഞോ എത്രയാ? ഞാൻ പറഞ്ഞു എത്രയാ? 1 ലക്ഷം കോടി രൂപയുടെ വികസന പ്രവർത്തനം കിഫ്ബി വഴി ഈ കേരളത്തിൽ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ റോഡിനു വേണ്ടി, പാലത്തിനു വേണ്ടി, സ്കൂളിനു വേണ്ടി, ആശുപത്രി കെട്ടിടത്തിനു വേണ്ടി, ഇങ്ങനെ ഏറ്റവും ശ്രദ്ധേയമായ മേഖലയ്ക്കു വേണ്ടി ചെലവഴിക്കാൻ നമുക്ക് സാധിച്ചു. ഇത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും സാധിച്ചതല്ല. കേരളം ഭാവനാപൂർവം പ്ലാൻ ചെയ്തൊരു പദ്ധതിയാണ് കിഫ്ബിയെ ഈ തരത്തിലേക്ക് മാറ്റിയത്. കിഫ്ബി ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, UDF കാലത്ത് ഉണ്ടാക്കിയതാണ്. വളരെ മൃതപ്രായത്തിൽ കിടക്കുകയായിരുന്നു. അതിനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പദം ഉപയോഗിച്ചത്. ഭാവനാപൂർവം അതിനെ ഉപയോഗിച്ച് ഈ കേരളത്തിന്റെ വികസനത്തിന്, പ്രത്യേകിച്ച് പശ്ചാത്തല സൗകര്യ വികസനത്തിന് 1 ലക്ഷം കോടി രൂപ മുടക്കി നിക്ഷേപം നടത്തി. അതിന്റെ ഭാഗമായിട്ട് ലോകോത്തരമായ രീതിയിലുള്ള സൗകര്യങ്ങളാണ്. റോഡായാലും പാലായാലും സ്കൂളായാലും പ്ലേ ഗ്രൗണ്ടായാലും നിരവധിയായ സംവിധാനം. നാഷണൽ ഹൈവേ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നാഷണൽ ഹൈവേ വേണ്ടെന്ന് പറഞ്ഞത് പോയതല്ലേ ഉമ്മൻചാണ്ടി. പിണറായി ഗവൺമെന്റ് വന്നപ്പോഴാണ് അതിന് ജീവൻ വെച്ചത്. അങ്ങനെ ജീവൻ വെച്ചപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞു, കേരളത്തിലെ ഭൂമിക്ക് വലിയ വിലയാണ്, ഭൂമി ഏറ്റെടുത്ത് തന്നാൽ ഞങ്ങൾ റോഡുണ്ടാക്കാം. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തോടും പറഞ്ഞിട്ടില്ല കേട്ടോ, നമ്മളോട് മാത്രം. നിങ്ങൾ ഭൂമി ഏറ്റെടുത്ത് തരണം, ബാക്കി കാര്യം ഞങ്ങളേൽക്കാം. എവിടെയാണ് ഭൂമി ഏറ്റെടുത്ത്? ആയിരക്കണക്കിന് കോടി രൂപ വേണം. അവസാനം ഗത്യന്തരില്ലാതെ പിണറായി വിജയൻ ഗവൺമെന്റ് സമ്മതിച്ചു. 25% പണം ഞങ്ങൾ തരാം. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തോടും വാങ്ങാതെ നമ്മളോട് ഈടാക്കി. 5600 കോടി രൂപയാണ് കേരളത്തിലെ ഗവൺമെന്റ് നാഷണൽ ഹൈവേ 66 വേണ്ടി മറ്റൊരു സംസ്ഥാനവും നൽകാത്ത രീതിയിൽ നമ്മൾ നൽകിയത്. 5600 കോടി. ഈ 5600 കോടി ആരാ കൊടുത്തത്? ആരാ പറഞ്ഞെ? ആരാ ഈ 5600 കോടി രൂപ കേരള ഗവൺമെന്റിന് വേണ്ടി കൊടുത്തത്? കിഫ്ബിയാണ്. അങ്ങനെ കിഫ്ബിയുടെ കേരളത്തിന്റെ മാത്രമല്ല ലോക ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു വികസന പരിപ്രേക്ഷ്യം
UDFകാർക്ക് ഉൾപ്പെടെ ഇപ്പോഴത് തള്ളിപ്പറയാൻ കഴിയാത്ത രീതിയിൽ 140 മണ്ഡലത്തിലും കിഫ്ബിയുടെ വികസന പ്രവർത്തനങ്ങൾ എത്തിയിട്ടുണ്ട്. അതിനെ തകർക്കുന്നതിന് വേണ്ടി ആദ്യം ശ്രമിച്ചിരുന്നു. പക്ഷേ ജനങ്ങൾക്ക് അത് കൃത്യമായിട്ട് അനുഭവമുണ്ട് എന്നുള്ളതുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ വില പോയില്ല. ആ കിഫ്ബി ഇപ്പോഴും തുടരുകയാണ്. നിന്റെ ഒരു നോട്ടീസിനും ആ കടലാസിന്റെ വില പോലും കൽപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സില്ല എന്നാണ് ഈ പ്രത്യേകതയിൽ നിന്നുകൊണ്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഭയപ്പെടുത്താനൊന്നും നോക്കണ്ട. കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി കളയാമെന്നതൊന്നും ഏത് ഏജൻസി വന്നാലും ആ ഏജൻസിക്ക് അത് സാധിക്കില്ല എന്ന കാര്യം എത്രയോ പ്രാവശ്യം തെളിഞ്ഞതാണ്. ഇപ്പോഴും അത് തന്നെയാണ് മറുപടി. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 2 കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് മുന്നണി മുന്നോട്ടേക്ക് വെക്കുന്നത്. ഒന്ന്, വർഗീയതക്കെതിരായ അതിശക്തിയായ മുന്നേറ്റമാണ്. വർഗീയത എന്ന് പറയുന്നത് ഹിന്ദു വർഗീയതയാണ് അതിന്റെ ഏറ്റവും വലിയ അപകടകരമായ വർഗീയത. BJPയും RSSും തന്നെയാണ്. ചാതുർവർണ്ണ്യ വ്യവസ്ഥ വേണമെന്നാണ് ഇപ്പോഴും വാദിക്കുന്നത്. ചാതുർവർണ്ണ്യ വ്യവസ്ഥ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് BJP MPമാരും മന്ത്രിമാരും പ്രധാനമന്ത്രി ഉൾപ്പെടെ പറഞ്ഞു, നമ്മുടെ ഭരണഘടന മാറ്റണം, എന്നിട്ട് പുതിയ ഭരണഘടന വേണം, അതിന് 430 സീറ്റ് ജയിക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് രാമക്ഷേത്ര ഉദ്ഘാടനം ചെയ്ത് പ്രചരണം നടത്തിയത്. വർഗീയവൽക്കരണത്തിന്റെ പ്രചാരവേല എല്ലാം കഴിഞ്ഞു നോക്കിയപ്പോൾ 240 സീറ്റാ കിട്ടിയേ. ഒറ്റക്ക് ഭൂരിപക്ഷമില്ല. കൂട്ടുകക്ഷി മന്ത്രിസഭയാണ് ഇപ്പൊ നിലവിലുള്ളത്. അപ്പോൾ വീമ്പളക്കി പറഞ്ഞത് ഈ ഭരണഘടന മാറ്റാൻ, പൂർണ്ണമായിട്ട് മാറ്റാൻ 2025 ആവുമ്പോഴേക്ക് RSSന്റെ 100ാം വാർഷിക ദിനാചരണത്തിന് ഈ ഇന്ത്യ ഒരു ഹിന്ദുത്വ രാജ്യം എന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾക്ക് സാധിക്കത്തക്ക രീതിയിൽ ചാതുർവർണ്ണ്യ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ മനു സിദ്ധാന്തത്തിന്റെ ഭാഗമായി ഒരു പദവും കൂടി ഇടക്കിടക്ക് ഇങ്ങനെ പറയലുണ്ട് RSകാർ. അതെന്താ അറിയോ ആ പദം? എന്താ? സനാതനധർമ്മം. RSകാർ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സനാതനധർമ്മം. എങ്ങനെ? ചാതുർവർണ്ണ്യ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ മനു സിദ്ധാന്തത്തിന്റെ ഭാഗമായി നമുക്കൊരു പുതിയ ഭരണഘടന ഉണ്ടാക്കണം എന്നാണ് ഈ RSകാരും BJPക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിതിനെ എപ്പോഴും പറയുന്നത് ഒരു അശ്ലീലാണെന്നാണ്. അശ്ലീലം ഈ പറയുന്നത്. ചാതുർവർണ്ണത്തെ പറ്റി നിങ്ങൾ ആദ്യം ആലോചിക്കുക. ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്, 4. ഇതാണ് ചാതുർവർണ്ണ്യം. ഇതേതാണ്ട് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ 15% വരുള്ളൂ. ഹിന്ദു ജനങ്ങളിൽ 15%. ബാക്കി ആരാ? ബാക്കിയുള്ളവർക്കൊരു പേരുണ്ട്. ആർക്കാ പറയാനറിയാം? പറ, ആദ്യം പറ. സവർണർ. സവർണർ കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുണ്ട്. എന്നാ ആ പറഞ്ഞില്ലേ പിന്നെ പ്രസംഗിക്കുന്ന പ്രശ്നമില്ല. വെറുതെ എന്താ എനിക്ക് ഭ്രാന്തുണ്ടാ പ്രസംഗിക്കാൻ? പഞ്ചമറൊന്നുമല്ല, പഞ്ചമര് അതിൻ്റെതായത്താ, ചണ്ടാളരുമല്ല. വളരെ സവർണർ. ഞാൻ അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ലാതവർ, അവർണർ. അതാ കാര്യം. അതാണ് മഹാഭൂരിപക്ഷം. അവർണർ, തൊട്ടുകൂടായ്മ അനുഭവിച്ചവർ, തീണ്ടിക്കൂടായ്മ, നിഴലുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കൂടാ, അതിന്റെ നിയമം പ്രഖ്യാപിക്കുന്ന പുസ്തകത്തിന്റെ പേരാണ് എന്ത്? ഏതാ പുസ്തകം? മനുസ്മൃതി. മനുസ്മൃതി. ഇതെല്ലാം മനസ്സിലാക്കണം. വെറുതെ വന്ന് ഇരുന്നാൽ ശരിയാവില്ല. മനുസ്മൃതി. ആ മനുസ്മൃതി അടിസ്ഥാനപ്പെടുത്തിയുള്ള ചാതുർവർണ്ണ്യം വേണമെന്നാണ്. ബ്രാഹ്മണര് വളരെ കുറവ്, ക്ഷത്രിയര് അതിനേക്കാളും കുറവ്. പിന്നെ വൈശ്യര് കേരളത്തിൽ തീരെയില്ല. പിന്നെയുള്ളത് ശൂദ്രരാണ്. ആരാ ശൂദ്രര്? കേട്ടിട്ടുണ്ടോ? ആരാ ശൂദ്രര്? പട്ടികജാതി പട്ടികവർഗക്കാര്, പിന്നോക്കക്കാര്, തൊട്ടുകൂടായ്മ അനുഭവിച്ചവര്, തീയന്മാര്, അതുപോലെ തന്നെ ജാലിയന്മാർ, ഇവരെല്ലാം എന്താ വിടുക? അവരെല്ലാരാ? പറ, നോക്കട്ടെ, ശരിയാവും നോക്കട്ടെ. ആരാ? അവരാണ് ശൂദ്രര് എന്നാണ് അല്ലേ? അല്ല, അവരൊന്നും ശൂദ്രരേ അല്ല. അവരല്ല, അവർണരാണ്. വർണ്ണമില്ലല്ലോ. പിന്നെ എങ്ങനെയാ ശൂദ്രരാകുക? 4 വർണ്ണമില്ലേ? വർണ്ണമുള്ളവരാരൊക്കെയാ? ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും. ഇപ്പൊ വർണ്ണമുള്ളതാണ്. വർണ്ണം ഇല്ലാത്തതാണ് അവർണർ, തൊട്ടുകൂടായ്മ അനുഭവിച്ചവരുൾപ്പെടെ.
അവരാണ് അവർണർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഈ പറഞ്ഞ ജാതിയൊന്നും ആരല്ല? എന്തല്ല? ശൂദ്രരല്ല. നമ്മുടെ നാട്ടിലെ നായര് നമ്പ്യാരൊക്കെയാണ് ഈ ശൂദ്രര് കേട്ടാ. അത് വളരെ കുറച്ചല്ല. ഞാനല്ലോ അതാ കുറേയും കൂടി ഉള്ളത്. മറ്റത് അത്രയും ഇല്ല. ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും. ഈ ഒരു വ്യവസ്ഥ വേണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും വേണം. ഓരോ ജാതി ശ്രേണിയുടെ ഭാഗമായി ഓരോരുത്തരും നിൽക്കേണ്ടുന്ന സ്ഥലം ഏതാണ് എന്ന് മനുസ്മൃതിയുടെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എത്ര ദൂരം നിൽക്കണം ഓരോരുത്തർ, ഓരോ ജാതിക്കാരൻ. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. എന്നിട്ട് ഇവൻ പ്രസംഗിക്കുകയാണ്. എന്ത്? നേരത്തെ പറഞ്ഞ ഒരു പദം എന്താ? സനാതനധർമ്മം. ഏത് കാലം? അടിമതുല്യമായി ജീവിച്ച തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ. ചെറുമക്കളെ പിടിച്ചുകൊണ്ട് പോയിട്ട് ചിറ ഉറക്കാതിരിക്കുമ്പോൾ ഉറക്കാതെ ചിറയിലേക്ക് ഈ മനുഷ്യനെ, പച്ച മനുഷ്യനെ പിടിച്ചുകൊണ്ട് പോയിട്ട് അതിന്റെ അകത്ത് ചേർത്ത് അവന്റെ മജ്ജയും അവന്റെ മാംസവും അവന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഉൾച്ചേർത്ത് ഒപ്പം ചേർത്ത് ചിറകെട്ടിയ കാലം. ജന്മിമാര്, ഭൂപ്രഭുക്കന്മാര്. ആ കാലമാണോ നിന്റെ സനാതന ധർമ്മം? അടിമതുല്യമായി ജീവിച്ച കാലം. അതിനെപ്പറ്റിയാണ് ഇവന്റെ സമാനസന ധർമ്മം. അല്ലെങ്കിൽ പറയട്ടെ ഏത് കാലാണെന്ന്. സഖാ VMS പറഞ്ഞിട്ടുണ്ട്. ജാതി, ബാക്കി പറ, ജാതി, ജന്മി, നാടുവാഴി വ്യവസ്ഥ. അതാണ് കേരളത്തിൽ. അതിന്റെ മേലെ ബ്രിട്ടീഷ് ആധിപത്യം. ഈ ജാതി, ജന്മി, നാടുവാഴി വ്യവസ്ഥയാണ് നൂറുകണക്കിന് വർഷക്കാലം നിലനിന്നിരുന്നത്. നിങ്ങളറിയണം നമ്മുടെ ഭൂമി എങ്ങനെയാണ്, ഈ കേരളം എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ RSകാർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് പണ്ടേ ഉള്ളതാണെന്നാണ്. ഈ ജാതിയും മതവും ഒക്കെ പണ്ടേ ഉള്ളതാണെന്നാണ്. ഉള്ളതാണ്, മാറ്റാൻ പറ്റില്ല എന്നാണ്. ഇങ്ങനെയാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ശുദ്ധാസംബന്ധാണ്, കളവാണ്. കേരളം ഉണ്ടായത് എങ്ങനെയാണ്? ഒരു ഐതിഹ്യമുണ്ട്. എല്ലാവർക്കും അറിയുന്ന ഒരു ഐതിഹ്യമാണ്. ചെറിയ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ടീച്ചർമാരെല്ലാം പറഞ്ഞു പഠിപ്പിക്കുകയാണ്. എന്താ ഐതിഹ്യം? പരശുരാമൻ, പണ്ടൊരു പരശുരാമനുണ്ടായിന്. അപ്പോൾ എന്ത് ചെയ്തു പരശുരാമൻ? ഒരു മഴുവും കൊണ്ടവിടെ പോയി ഗോകർണത്ത് കയറി. അവിടുന്ന് ആ മഴു ഒരൊറ്റ ഏറാണ്. എവിടത്തേക്ക്? ഇവിടെ കന്യാകുമാരിയിലേക്ക്. അങ്ങനെ ആ മഴു പോയിട്ട് കന്യാകുമാരിയിൽ വീണു. അപ്പോഴിതാ കടലായിരുന്നു. ആ കടലിൽ നിന്ന് ഈ ഇങ്ങേയറ്റം കന്യാകുമാരി വരെയുള്ള ഭാഗം മുഴുവൻ കരയായി. ഇതാണ് പഠിപ്പിക്കുന്ന ഐതിഹ്യം. ഇത്രയും സാധാരണ പറയുന്നതാണ്. അതിന്റെ അപ്പുറം പറഞ്ഞതാണ് വർഗപരമായ കാര്യം. അതിന്റെ അപ്പുറം പറഞ്ഞതെന്നാ? ഈ ഭൂമി, കരയായി മാറിയ കടലിലെ വീണ്ടെടുത്ത ഈ ഭൂമി, ബാക്കി പറ. ഈ ഭൂമി കിട്ടുന്നില്ല അല്ലേ? ഭൂമി ആർക്ക് കൊടുത്തു? ബ്രാഹ്മണർക്ക് കൊടുത്തു. അതാണ് ഇതിന്റെ വർഗപരമായ കാര്യം. ഈ ഐതിഹ്യം ആർക്ക് വേണ്ടിയിട്ടാണെന്ന് പറയാനാണ്. അപ്പോ കേരളം ആരതാ? പരശുരാമൻ വീണ്ടെടുത്ത കടലിൽ നിന്ന് കരയുണ്ടാക്കി. ആ കര ആർക്ക് കൊടുത്തു? ബ്രാഹ്മണർക്ക് കൊടുത്തു. അപ്പോ ബ്രാഹ്മണ്യം. അപ്പോ കേരളം ആരതാ? ബ്രാഹ്മണരുടേത്. അതാ വ്യാപകമായി വിശദീകരിച്ചുകൊണ്ടിരുന്നത്. ശുദ്ധാസംബന്ധല്ലേ? ആയിരക്കണക്കിന് വർഷക്കാലമായി ഈ കേരളം രൂപപ്പെട്ടിട്ട്. അല്ലാണ്ട് ഈ മഴുവിന്റെ ഏറുകൊണ്ടൊന്നും ഉണ്ടായതൊന്നുമല്ല കേരളം. അത് ഞാനല്ല പറഞ്ഞത്. അത് പറഞ്ഞ സന്യാസി വര്യൻ, ഒരു ശുഭ്രവസ്ത്രധാരിയായ സന്യാസി വര്യനുണ്ട്. പേരറിയോ? തിരുവനന്തപുരക്കാരനാണ്. ഈ കേരളത്തെ ഏറ്റവും വലിയ ആദരവ് നേടിയിട്ടുള്ള മനുഷ്യനാണ്. ആരാ? ഒരു സന്യാസിയാണ്, മഹാനായ ചിന്തകനുമാണ്. ആർക്കെങ്കിലും അറിയോ? പറ, ആരെങ്കിലും പറ. ഇല്ലെങ്കിൽ മോശമല്ലേ നമുക്ക് കുറ്റിക്കോൽക്കാർക്ക്. ആരാ? ഞാൻ തന്നെ പറയാറേ. അതാണ് ചട്ടമ്പി സ്വാമികൾ. കേട്ടിട്ടുണ്ടോ ചട്ടമ്പി സ്വാമികളെ? നവോത്ഥാന പ്രസ്ഥാന കാലഘട്ടത്തിലെ ഏറ്റവും ആദ്യത്തെ പേരാണ് ചട്ടമ്പി സ്വാമികൾ. അതിന്റെ ഒപ്പം തന്നെയാണ് ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി ഒക്കെ വരുന്നത്. ആ ചട്ടമ്പി സ്വാമികൾ പറഞ്ഞു, ബ്രാഹ്മണ്യത്തിന്റെ കാലത്ത് 8-ാം നൂറ്റാണ്ടിലാണ് കേരളത്തിൽ ജാതി ആരംഭിക്കുന്നത്. മനസ്സിലായില്ലേ? 8-ാം നൂറ്റാണ്ടിലാണ് ജാതി വ്യവസ്ഥ ആരംഭിക്കുന്നത്. അത് ബ്രാഹ്മണ്യത്തിന്റെ ഭാഗമാണ്, ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ ഭാഗമാണ്. അതുവരെ ജാതി വ്യവസ്ഥ ആ രീതിയിൽ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല.
അപ്പൊ ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. ഇതെല്ലാം വ്യാപകമായി കള്ളപ്രചരണത്തിലൂടെ സനാതന ധർമ്മമെന്നും ചാതുർവർണ്ണ വ്യവസ്ഥയെന്നും ഒക്കെ പറഞ്ഞൊരു അശ്ലീലം പ്രചരിപ്പിച്ച് നാടിലെ ജനങ്ങളുടെ ജീവിതത്തെ മുച്ചൂടും മുടിക്കുക മാത്രമല്ല ഛിന്ന ഭിന്നമാക്കുന്ന വിഭജനം നടത്തുന്ന ഒരു രാഷ്ട്രം എന്ന് തന്നെ ഹിന്ദുത്വത്തിന്റെ അജണ്ട വെച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് RSSഉം BJPയും സംഘപരിവാർ വിഭാഗവും. അതിനെതിരായി ജനങ്ങൾ ശക്തിയായിട്ട് അണിചേർന്ന് മുമ്പോട്ടേക്ക് വരുന്നില്ലെങ്കിൽ നമ്മുടെ ഭാവിയില്ല, നമ്മുടെ വളർച്ചയില്ല, നമ്മുടെ സംസ്കൃത സമൂഹമില്ല. കാടത്തപരമായ രീതിയിലേക്കാണ് ഈ നാടിനെ നയിക്കുക. RSകാരനോടും BJPക്കാരനോടും നല്ല രീതിയിൽ ഉറച്ചു നിന്ന് ഈ ആശയങ്ങൾ പ്രചരിപ്പിച്ചാൽ മാത്രമേ ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ കേവലമായ രീതിയിൽ നമുക്കതിനെ പ്രതിരോധിക്കാനാവില്ല. എല്ലാ തലങ്ങളിലും ഫലപ്രദമായിട്ട് ഈ വർഗീയ ശക്തികൾക്കെതിരായ പോരാട്ടത്തിൽ നമ്മൾ ആശയപരമായ ആയുധമണിഞ്ഞ് ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിന് നമുക്ക് സാധിക്കണം എന്നതാണ് ഒരു കാര്യം. ഇതോടൊപ്പം തന്നെയാണ് ന്യൂനപക്ഷ വർഗീയതയും. ആ വർഗീയതയെയും നമ്മൾ ശക്തിയായിട്ട് തീർക്കണം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, വിശ്വാസികളെല്ലാം ആരല്ല, ഞാൻ സ്ഥിരം പറയുന്ന ഒരു പോയിന്റാണ്. വിശ്വാസികൾ ആരല്ല, ആരോ പറയുന്നുണ്ട്, ആരല്ല, വർഗീയവാദികളല്ല. വർഗീയവാദികൾക്ക് എന്തില്ല, വിശ്വാസവുമില്ല. വർഗീയവാദികൾ വിശ്വാസം ഒരു ഉപകരണമായി ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വർഗീയവാദികൾക്കെതിരായി വിശ്വാസികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ മനുഷ്യരെയും ചേർത്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വർഗീയ വിരുദ്ധ പ്രസ്ഥാനം കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യവും കൂടി ഞാനിതിന്റെ ഒപ്പം പറഞ്ഞു വെക്കുകയാണ്. നിങ്ങളിവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം ആരാ പറഞ്ഞോ? ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം ആരാന്ന്? വിശ്വാസിയാണോ അല്ല അവിശ്വാസിയാണോ? വിശ്വാസിയല്ലേ? അല്ലേ? അതെ. ഞാൻ പണ്ട് KSYFന്റെ ക്ലാസ്സിലെടുക്കാൻ വേണ്ടി പല ഭാഗത്തും പോയപ്പോ ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ വിശ്വാസിയാണോ? അപ്പോൾ ഈ യുവജന ഫെഡറേഷന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ എന്ത് പറയണം? വിശ്വാസം ഇല്ല എന്ന് പറയണമെന്നാണ് അന്നത്തെ വിചാരം. അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള ചില ആളുകൾ, നമ്മളെല്ലാം ചെറുപ്പല്ലേ, അന്നേരം ഞാൻ നിങ്ങൾ വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ വിശ്വാസി അല്ലാത്തവർ കൈവന്തിക്കുന്നു പറഞ്ഞാൽ ചില ആള് കൈവന്തിക്കും, എനിക്ക് വിശ്വാസമില്ല. വിശ്വാസമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ ഉടനെ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ദൈവാരറിയോ? കണ്ണൂരിൽ പറശ്ശിനിക്കടവിൽ ആരാ? മുത്തപ്പൻ. ഈ കൈവന്തിച്ചവൻ അപ്പൊ തന്നെ ഒരു നേർച്ച, മുത്തപ്പ ഈ കൈവന്തിച്ചതിന്റെ ഭാഗമായ കുഴപ്പമൊന്നും എന്നെ ഏശ്യം പാടില്ല, മുത്തപ്പൻ ഒരു പൈൻകുറ്റി. ഇതാ സ്ഥിതി എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയ ബോധമില്ലാതെ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം ആരാ? വിശ്വാസിയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ വിശ്വാസി ആരല്ല? വർഗീയവാദിയല്ല. നമ്മൾ ആരെയാണ് എതിർക്കുന്നത്? വർഗീയവാദികളെ. വർഗീയവാദികൾക്ക് എന്തില്ല? വിശ്വാസവും ഇല്ല. ഇത് നല്ലപോലെ ധാരണ പോകണം നമുക്ക്. അപ്പോ വിശ്വാസി സമൂഹത്തെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് വേണം നമുക്ക് ഈ രാജ്യത്ത് മാറ്റമുണ്ടാക്കാൻ, നമുക്ക് വർഗീയതക്കെതിരായി പൊരുതാൻ, രാജ്യ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിലൊക്കെ ഇവർ ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ വർഗീയതക്കെതിരായ പോരാട്ടം അതിശക്തമത്തായ ഒരു പോരാട്ടം തന്നെയാണ്. ഇതിന്റെ ഒപ്പം കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കുന്ന പുതിയ കേരളമാക്കി രൂപപ്പെടുത്താൻ നമുക്കാവണം. എങ്ങനെയാ പുതിയ കേരളമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ വിശദീകരിച്ചിട്ടുണ്ടാവും. അതിലേറ്റവും പ്രധാനപ്പെട്ട എന്താ? ലോകത്തിന്റെ മുമ്പിൽ കേരളത്തെ ഇപ്പോൾ അടയാളപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാ? ലോകത്തിന്റെ മുമ്പിൽ ഏതാ? അതിദാരിദ്ര്യം അവസാനിപ്പിച്ച ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ചൈന. ചൈന കഴിഞ്ഞാൽ ഒരേ ഒരു കേന്ദ്രം ഏതാ? കേരളം. ഇനി അതിന്റെ ഒരു നിയമം പഠിക്കുന്നതല്ലാണ്. കുറച്ച് അർത്ഥശാസ്ത്രം പറയാൻ പോകുന്നു. മുതലാളിത്ത പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ? സാധാരണ എല്ലാവരും പറയുന്നല്ലേ ഇത്. എന്താ മുതലാളിത്ത പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ? മുതലാളിത്തം നേരിടുന്ന കുഴപ്പം, പ്രതിസന്ധി എന്താന്ന് ഒരു പിടുത്തമില്ല, ഇല്ലേ? ഉണ്ടോ? അത് പിടുത്തമുണ്ടോ? ഞാൻ ആദ്യം പറയാം. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നു, അതാ പ്രതിസന്ധി. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നു. അതിനൊരു മറുഭാഗമുണ്ട്, അത് പറ. ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുന്നു.
സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്ന മുതലാളിത്ത സമൂഹത്തിൽ അതിദാരിദ്ര്യവും ദാരിദ്ര്യവും അവസാനിക്കുമോ? ഇല്ല. അപ്പോൾ മുതലാളിത്ത സമൂഹത്തിൽ അതിദാരിദ്ര്യവും ദാരിദ്ര്യവും അവസാനിക്കുമോ? ഇല്ല. എന്താ ചെയ്യുക? കൂടുക ചെയ്യുക. അപ്പോൾ മുതലാളിത്ത സമൂഹത്തിൽ ഒന്നും ഈ മുദ്രാവാക്യം നടപ്പിലാക്കാനാവില്ല. ഈ കേരളം മുതലാളിത്ത സമൂഹമാണോ? നല്ല ആലോചിച്ച് ഉത്തരം പറയണം. കേരളം മുതലാളിത്ത സമൂഹമാണോ? ആണോ? ഉറപ്പിച്ച് പറ. ഒന്നിഗ്രാന്ന് പറ, അല്ലെങ്കിൽ അല്ല പറ. ആണോ? ഉണ്ടോ? രണ്ട് ഉത്തരായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാർക്ക് തന്നെ തർക്കമായി. ഇതല്ലേ തർക്കം? ആണ് എന്ന് കുറേ ആൾ പറയുന്നുണ്ട്, അല്ല എന്ന് കുറേ ആൾ പറയുന്നുണ്ട്. അപ്പൊ ഒന്നാ ശരിയെന്ന അത് അങ്ങനെയാവാ ഇങ്ങനെയാവാന്ന പറയാം. കേരളം മുതലാളിത്ത സമൂഹമാണോ? അല്ല എന്നാണ് കുറേ ആൾ പറയുന്നത്. ആണെന്ന് ചിലർ മെല്ലെ അത്ര ഒച്ചയിലാണ് പറയുന്നത്. ഒരു സംശയവും വേണ്ട, മുതലാളിത്ത സമൂഹമാണ്. മുതലാളിത്ത സമൂഹമാണ്. ഞാനൊരു പ്രാവശ്യം ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇപ്പല്ല കുറെ കൊല്ലം മുമ്പ് ഒരു ചാനലിൽ പോയപ്പോ അവതാരക ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പിണറായി ഭരണകൂടം, പിണറായി വിജയന്റെ ഭരണകൂടം. ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. പിണറായി വിജയന്റെ ഭരണകൂടം ഞാൻ ആദ്യം വിട്ടു ഫോട്ടോന്ന് വെച്ചിട്ട് 1-2 പ്രാവശ്യം കേട്ടി, 3 കേട്ടി, 4ാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു പിണറായി വിജയന്റെ ഭരണകൂടമല്ല. ഈ ആങ്കർമാരെല്ലാം ബൈകാട്ട് പിടിച്ചിട്ടാണല്ലോ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലേ എന്ന് ഞാൻ പറഞ്ഞു അല്ല. അതോടുകൂടി ആ ചർച്ച അവിടെ അവസാനിച്ചു. വേറെ എന്ത് ചെയ്യാനാ? ഭരണകൂടം അങ്ങനെയാണുള്ളവർ പഠിച്ചു വെച്ചിട്ടുള്ളത്. പിണറായി വിജയന്റെ ഭരണകൂടം ഒന്നാണ് പഠിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല. അപ്പോ ആ ഒരു പെണ്ണുങ്ങളായിരുന്നു. പെണ്ണുങ്ങളിങ്ങനെ ആലോചിച്ചിട്ട് എന്നോട് ചോദിച്ചു, പിന്നെ ആരതാണ്? ഞാൻ പറഞ്ഞു നരേന്ദ്രമോദിയുടെ. അപ്പൊ പെണ്ണുങ്ങളൊന്ന് ഞെട്ടി. നരേന്ദ്രമോദിന്റെ? കാരണം അവർക്ക് ആലോചിക്കാൻ തന്നെ സാധിക്കുന്നില്ല. നരേന്ദ്രമോദിയുടെ ഭരണകൂടമാണെന്ന് പറഞ്ഞപ്പോ പിന്നെ ആ ചർച്ച മുന്നോട്ടേക്ക് പോകില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് ഭരണകൂടം? പോലീസ്, പട്ടാളം, ജയിലർ ഉൾപ്പെടെയുള്ളതിനെ പറ്റിയല്ല നമുക്ക് ഭരണകൂടം എന്ന് പറയാം. അതിനെ പൊതുവായിട്ട് പറയുന്ന 4 കാര്യമുണ്ട്. ആർക്കറിയാം? 1 എക്സിക്യൂട്ടീവ്, 2 ജുഡീഷ്യറി, 3 ലെജിസ്ലേച്ചർ, 4 ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മാധ്യമ ശൃംഖല. ഈ 4ഉം ചേരുമ്പോഴാണ് ഭരണകൂടം. ഇതിൽ നമ്മൾ എക്സിക്യൂട്ടീവ് നമ്മളാണോ? ആണോ? ജുഡീഷ്യറി നമ്മളാണോ? അല്ല. പിന്നെ ലെജിസ്ലേച്ചർ നമ്മളാണോ? അതും അല്ലാന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചു. ആണോ? ലെജിസ്ലേച്ചർ നമ്മളാണ്. ഫോർത്ത് എസ്റ്റേറ്റ് ഈ മാധ്യമ ശൃംഖല നമ്മളതാണോ? അല്ല. അപ്പോ 4ൽ എത്രയുള്ളത്? നമ്മൾ 4ൽ എത്രയാണ് നമ്മളത്? 1. ബാക്കി 3 നമുക്കെതിര്. ആരാ എതിരായ വിഭാഗം? കുത്തക മുതലാളിമാർ, ഭൂപ്രഭുക്കന്മാർ, സാമ്രാജ്യത്വ ശക്തികൾ. ഈ 3ഉം ചേർന്നുള്ള ആശയത്തെ രൂപപ്പെടുത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതാണ് ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇത് നന്നായിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അതാണ് EMS പറഞ്ഞത്. ലോക ചരിത്രത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനസമ്മതിയോടെ അധികാരത്തിൽ വന്ന ലോകത്തെ ആദ്യത്തെ നാടേതാ? കേരളാണ്. നമുക്ക് ഈ കേരളത്തെ പറ്റി മനസ്സിലാവാനായിട്ടാണ്. ലോകോത്തരമാണ് നമ്മൾ കേരളത്തിന്റെ ഈ അറിവ്. അതാണ് കേരളം. 57-ൽ നമ്മൾ അധികാരത്തിൽ വന്നു. നമുക്ക് അധികാരത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർ ഭരണം നടത്തേണ്ടത് എന്ന വല്ല കീഴ്വഴക്കോ അറിയോ? ഏതെങ്കിലും ലോകത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഇല്ല. നമ്മൾ ആദ്യമായിട്ടാണ്. അപ്പൊ നമ്മൾ തീരുമാനിച്ചു എങ്ങനെയാ ജാതി, ജന്മി, നാടുവാഴി വ്യവസ്ഥയിൽ നിന്ന് കേരളത്തെ എങ്ങനെയാണ് കരകയറ്റുക. നമ്മൾ ആലോചിച്ചു. എപ്പോഴാ ഗവൺമെന്റ് രൂപീകരിച്ചെന്നറിയോ? 1957 ഏപ്രിൽ 5-ാം തീയതിയാണ്. ആരാ പറഞ്ഞേ? എന്താ പേര്? ബാലൻ അല്ലേ? ബാലൻ പറഞ്ഞതാണ് ശരി. ബാലൻ ശരി പറഞ്ഞാൽ നിങ്ങളെല്ലാം സഹായിക്കണ്ടേ? ഒരു പ്രോത്സാഹനം കൊടുക്കണ്ടേ? മതി. ബാലൻ ശരിയായ ഉത്തരവാ പറഞ്ഞത്. 57 ഏപ്രിൽ 5-ാം തീയതിയാണ്. അന്ന് 5 കഴിഞ്ഞ് 6, 7, 8, 9, 10 11-ാം തീയതി ഒരു ഓർഡിനൻസ് ഇറക്കി. അതാണ് കേരളത്തെ കേരളമാക്കി മാറ്റിയ ആദ്യത്തെ കാൽവെപ്പ്. ആ ഓർഡിനൻസ് ആർക്കറിയാം?
കുടിയൊഴിപ്പിക്കരുത് എന്ന ഓർഡിനൻസാണ്. കുടിയൊഴിപ്പിക്കരുത്. അതുവരെ ജന്മിമാർക്ക് ആരെയും കുടിയൊഴിപ്പിക്കാം. ഈ കുറ്റിക്കോലും അതുപോലെ തന്നെ വേഴക്കി ബന്തെടുക്കിയൊക്കെ ജന്മിമാർക്ക് ഇഷ്ടം പോലെ ചെയ്യാം. നമ്മുടെ യജമാനന്മാർ എന്തും ചെയ്യും. ആ കാലം അങ്ങോട്ട് മാറുകയാണ്. സഖാ PMSന്റെ ഗവൺമെന്റ് പറഞ്ഞു കുടിയൊഴിപ്പിക്കരുത്. കുടിയൊഴിപ്പിക്കരുത് എന്ന് പറയുന്നതിന് കൃത്യമായ മലയാളം എന്നാ നിൽക്കാൻ ഒരടായി, ഒരിടം കിട്ടി. നിൽക്കാൻ ഇടം കിട്ടിയാലാണ് എന്തുണ്ടാകുക? തന്റെ ഇടം. അതാരാ പറഞ്ഞേ? കൈമുന്തിക്കും. ആരാ? എന്താ പേര് പറ? മാധവൻ. മാധവൻ പറഞ്ഞാണ് ശരി. തന്റെ ഇടം, തനിക്കിടം കിട്ടിയാണ് തന്റെ ഇടം. തന്റെ ഇടത്തിൽ നിന്നാണ് എന്താകുന്നത്? തന്റെ ഇടം. ഈ കേരളത്തിലെ മനുഷ്യരെ തന്റെ ഇടികളാക്കി മാറ്റിയത് 57-ലെ ഗവൺമെന്റിന്റെ ഒറ്റ ഓർഡിനൻസിന്റെ വഴിയാണ്. അത് പിന്നീട് വികസിപ്പിച്ചു. അന്ന് സ്കൂൾ ഇവിടെ ദാരിദ്ര്യമാണ് കേരളത്തിൽ. എത്രയാ? 88% ദാരിദ്ര്യമാണ്. 88%. അർദ്ധപട്ടിണി, പട്ടിണിയാണ് മനുഷ്യർ. ഇപ്പോൾ അവർക്ക് ആ പട്ടിണിയെപ്പറ്റി വല്ല ധാരണയുണ്ടോ? ഞാൻ ഇതിനിടെ ഒരു പുസ്തകം വായിച്ചു. എനിക്ക് തന്നെ പ്രയാസമായി പോയി ആ പുസ്തകം വായിച്ചിട്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വിചക്ഷണൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എഴുതിയ പുസ്തകമാണ്. ഒരു പട്ടികജാതിയിൽപ്പെട്ട മനുഷ്യൻ ഉന്നത വിദ്യാഭ്യാസം നേടി രാജ്യത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേണിയിലെത്തിയിട്ടുള്ള ഒരാൾ. അങ്ങനെ ഒരാളെ പറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? കുഞ്ഞാമൻ. ആരാ പറഞ്ഞത്? വീഡിയോ ഞാൻ പ്രസംഗിച്ചത് കേട്ടിട്ടുണ്ട്. കുഞ്ഞാമൻ പറഞ്ഞ ശരിയാണ്. കുഞ്ഞാമൻ എഴുതിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേരറിയോ? എതിര്. അത് ശരിയാണ്. ആ എതിരിൽ കുഞ്ഞാമൻ എഴുതി. കുഞ്ഞാമൻ പഠിക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശപ്പായിരുന്നു. ഒരു നേരത്തെ വിശപ്പടക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്റെ പഠനം ഉൾപ്പെടെ എല്ലാം. ഗോൾഡ് മെഡൽ നേടുക എന്നുള്ളത് കുഞ്ഞാമന്റെ സ്ഥിരം ഏർപ്പാടാണ്. ഏത് പരീക്ഷയ്ക്ക് എഴുതിയാലും കുഞ്ഞാമനത് കിട്ടും, മെഡൽ കിട്ടും, ഉന്നത വിദ്യാഭ്യാസ ഘട്ടത്തിൽ വരെ. പക്ഷേ ആ സ്വർണ്ണ മെഡൽ അപ്പൊ തന്നെ കൊണ്ടുപോയിട്ട് വിൽക്കും. വിറ്റിട്ട് ഭക്ഷണ സാധനങ്ങൾ വാങ്ങും വീട്ടിൽ സ്വന്തം. കുഞ്ഞാമൊരു ദിവസം എഴുതി, ഞാനിങ്ങനെ വിശന്ന് എന്റെ കുറേയും കൂടി ദൂരത്തുള്ളൊരു വീട്ടിൽ, അദ്ദേഹത്തിന്റെ വീട്ടിലെ വേറൊരു പ്രമാണിന്റെ വീട്ടിൽ പോയി വിശക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അവര് എനിക്ക് കഞ്ഞി തരാൻ തീരുമാനിച്ചു. ഞാൻ ആർത്തിയോടെ ആ വീട്ടിലെ ഒരു ചെറിയ കുഴി ഒഴിച്ച് ആ കുഴിയിൽ ഒരു ഇല വെച്ച് കഞ്ഞി ഇങ്ങനെ വിളമ്പുകയാണ്. വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിഷ്ടപ്പെടാതെ ഒരാൾ അവിടെയുള്ള നായയെ കഴിച്ചു കെട്ടുവിട്ടു. നായി വന്നു. നായി ഈ കുഞ്ഞാമന്റെ കഞ്ഞിയിൽ ഇങ്ങനെ കുത്തുകയാണ് മുഖം. എന്നിട്ട് ഞാനും നായിയും കൂടി മത്സരിച്ച് കഞ്ഞി കുടിച്ചു എന്ന് എഴുതിയ മഹാനായ ചിന്തകനാണ് എതിര് എന്ന പുസ്തകത്തിൽ കുഞ്ഞാമൻ. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുക എന്താ പട്ടിണിയെന്ന്. ആ പട്ടിണിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് EMSന്റെ ഗവൺമെന്റ് അന്ന് പറഞ്ഞത് കുട്ടികളെല്ലാം സ്കൂളിലേക്ക് വരണം. എന്നാൽ നിങ്ങൾക്ക് എന്ത് തരും? ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് ഉച്ചക്ക് കഞ്ഞി തരും. ഉച്ചക്കഞ്ഞി. അങ്ങനെയാ ഉച്ചക്കഞ്ഞി ആരംഭിച്ച്. അപ്പൊ രക്ഷിതാക്കൾ മുഴുവൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പട്ടിണിയും അർദ്ധപട്ടിണിയുമാണ്. കുട്ടികളെ മുഴുവനും സ്കൂളിലേക്ക് അയച്ചു. ഏകാധ്യാപകരുടെ സ്കൂളിലേക്ക് അയച്ചു. അവിടെ നിന്നെല്ലാം കഞ്ഞി കിട്ടി. ഒരു നേരമെങ്കിലും ഭക്ഷണം കിട്ടുന്ന അവസ്ഥ. അതായിരുന്നു കേരളം. ആ കേരളമാണ് ഇപ്പോഴും മാറിയത്. ആ കേരളമാണ് ഇന്ത്യയിൽ അതിദാരിദ്ര്യം അവസാനിപ്പിച്ച ആദ്യത്തെ നാടായത്. അതാണ് നവംബർ 1-ാം തീയതി രാവിലെ കേരള അസംബ്ലി പ്രത്യേകമായിട്ട് സമ്മേളിച്ചിട്ട് ആ അസംബ്ലി സമ്മേളനത്തിന്റെ ഭാഗമായി കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞു, ഇന്ത്യയിൽ ആദ്യമായി അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന സംസ്ഥാനമായി ഞാൻ ഈ കേരളത്തെ പ്രഖ്യാപിക്കുന്നു എന്ന ലോകം ശ്രദ്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം. അത് കഴിഞ്ഞ് 10,000-കണക്കിന് ആളുകളെ സാക്ഷി നിർത്തിയിട്ട് തിരുവനന്തപുരം പട്ടണത്തിൽ വമ്പിച്ച രീതിയിലുള്ള ജനകീയ മുന്നേറ്റത്തിന്റെ ഭാഗമായി അവിടെയും പ്രഖ്യാപിച്ചു. ഇത് പുതിയ കേരളമാണ്. പട്ടിണി അവസാനിപ്പിക്കാനായി, ദാരിദ്ര്യം അവസാനിച്ചു. പൂർണ്ണമായ അർത്ഥത്തിൽ കേവല ദാരിദ്ര്യം അവസാനിപ്പിക്കണമെങ്കിൽ ഇത് അതിദാരിദ്ര്യമേ ഉള്ളൂ.
ഇപ്രാവശ്യം പ്രകടന പത്രികയിൽ നമ്മൾ പറഞ്ഞു എന്ത് ചെയ്യും? കേവല ദാരിദ്ര്യം അവസാനിപ്പിക്കും. 5 കൊല്ലം കൊണ്ട് അവസാനിപ്പിക്കും. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും ദാരിദ്ര്യം അവസാനിപ്പിക്കാൻ 10 പതിറ്റാണ്ട് കഴിഞ്ഞാലും ആവില്ല. കേരളത്തിന് അത് സാധിക്കും. ഇതാണ് കേരളത്തിന്റെ വളർച്ച. കയറിക്കിടക്കാൻ ഇടമില്ലാത്ത പാവപ്പെട്ട മനുഷ്യന് ലൈഫ് പദ്ധതിയുടെ ഭാഗമായി 5 ലക്ഷത്തിലധികം ആളുകൾക്ക് ഇപ്പോ വീട് കൊടുത്തു. 5 ലക്ഷം ആളുകൾക്ക് ഇപ്പോ പട്ടയം നൽകി. അല്ലേ? ഏറ്റവും ശരിയായ രീതിയിലുള്ള ആരോഗ്യ രംഗത്തെ ഇടപെടൽ, ജനകീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ജനകീയ ആരോഗ്യ പ്രസ്ഥാനം അമേരിക്കയെ കവച്ചുവെക്കുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ടേക്ക് വന്നു. ശിശുമരണ നിരക്ക് നമ്മൾ 5, അമേരിക്ക 5.6. അവരെക്കാളും മെച്ചപ്പെട്ടതാണ് കേരളത്തിന്റെ അവസ്ഥ. ഏറ്റവും ശ്രദ്ധേയമായ രീതിയിലുള്ള ഫലപ്രദമായ രീതിയിലുള്ള ചികിത്സ നൽകാൻ, പാവപ്പെട്ട മനുഷ്യന് നൽകാൻ സാധിക്കുന്നത് കേരളത്തിലാണ്. കോവിഡ് വന്നപ്പോൾ ഇത് മനസ്സിലായല്ലോ. എല്ലാ അർത്ഥത്തിലും നമ്മുടെ ആശുപത്രി സംവിധാനങ്ങളൊക്കെ ശക്തിപ്പെട്ടു വരികയാണ്. പൊതുജനാരോഗ്യ മേഖല ലോകോത്തരമാണ് നമ്മുടെ കേരളത്തിൽ. അപ്പൊ നമുക്ക് പട്ടിണിയില്ല, വീടായി, പിന്നെ ചികിത്സാ സൗകര്യമായി, വിദ്യാഭ്യാസ സംവിധാനത്തിൽ നമ്മൾ ലോകത്ത് തന്നെ ശ്രദ്ധേയമായ നിലയിലേക്ക് വന്നു. വിദ്യാഭ്യാസമായി. ഇങ്ങനെയെല്ലാം അടിസ്ഥാനപരമായി വന്നാൽ പിന്നെ വേണ്ടത് തൊഴിലില്ലായ്മ പരിഹരിക്കലാണ്. മുതലാളിത്ത സമൂഹത്തിന്റെ ഭാഗമായിട്ട് തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കാനാവില്ല എന്ന് പ്രസംഗിച്ചവരാ ഞങ്ങളെല്ലാം. KSYF-ന്റെയും DYF-യുടെയും ഭാഗമായി ഇവിടെയെല്ലാം വന്ന് ഞങ്ങളെ പ്രസംഗിച്ചിട്ടുണ്ട്. മുതലാളിത്ത ഉൽപ്പന്നമാണ് തൊഴിലില്ലായ്മ. എപ്പോഴാണോ മുതലാളിത്തം അവസാനിക്കുന്നത് അന്ന് മാത്രമേ തൊഴിലില്ലായ്മ അവസാനിക്കുള്ളൂ എന്ന് പ്രസംഗിച്ചവരാ നമ്മളെല്ലാം. പക്ഷെ രാജ്യത്ത് മാറി, കേരളം മാറി. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തുമുള്ള ഒരു വർഗം കേരളത്തിലില്ല. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തുമുള്ള ഒരു വർഗം കേരളത്തിലില്ല. അതേതാ വർഗം? ഇവിടെ സിനിമയിലും നാടകത്തിലൊക്കെ ഉള്ളൂ. ഏത് വർഗം അത്? ജന്മി. ആരോ പറഞ്ഞിട്ടുണ്ട് അവിടെ. ജന്മിയാണ്. ജന്മി വർഗം കേരളത്തിലേ ഇല്ലാണ്ടുള്ളൂ. ബാക്കി എല്ലാടിയുണ്ട്. എങ്ങനെയായി ജന്മിത്വം അവസാനിച്ചത്? എങ്ങനെയായി കുറ്റിക്കോൽ ഉൾപ്പെടെ അതുപോലെ പഠിപ്പ് ഉൾപ്പെടെയുള്ള മേഖലയിലെ ആളുകൾക്ക് കൃഷിഭൂമി കിട്ടിയത്? 1967 കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമം നടപ്പിലാക്കുന്ന ഗവൺമെന്റ് 1969 ഒക്ടോബർ 14 കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കി. അത് പിന്നീട് ശക്തിയായ സമരങ്ങളും പ്രക്ഷോഭങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഏതായാലും അത് നടപ്പിലായി. നിയമത്തെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ കേരളത്തിലെ ജനങ്ങളും ഒരുങ്ങി പുറപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട്, ഈ കമ്മ്യൂണിസ്റ്റുകാരല്ല എന്താ ചെയ്തത്? RSകാരെ ചോദ്യമാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു എന്താ ചെയ്തെന്ന് ഒരു പിടുത്തമില്ല. പിടുത്തമുണ്ടോ പറയാൻ? ഇല്ല. ഞാൻ ഇപ്പൊ പറയുന്നത് കേട്ടോ. അതാണ് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന കുടുംബം 36 ലക്ഷം കുടുംബത്തിന് കേരളത്തിൽ 5 സെന്റ് മുതൽ 15 ഏക്കർ വരെ ഭൂമി നൽകിയ പ്രസ്ഥാനം ഈ ചെങ്കുടി പ്രസ്ഥാനമാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയണം. വേറെ ആരുമല്ല. 36 ലക്ഷം കുടുംബങ്ങൾക്ക് ഭൂബന്ധത്തിൽ മൗലികമായ മാറ്റം വരുത്തി ജന്മിത്വം അവസാനിപ്പിച്ച് ജന്മാവകാശം കിട്ടി. ഇപ്പോഴങ്ങനെ കിട്ടാത്തവർക്കാണ് പട്ടയം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 5 ലക്ഷം ആളുകൾക്കാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രി നമ്മുടെ പ്രിയപ്പെട്ട രാജൻ മിനിസ്റ്റർ പട്ടയം നൽകിയത്. 5 ലക്ഷം. ഇതാണ് കേരളം. ഇതാണ് കേരളത്തിന്റെ വളർച്ചയുടെ പടവുകൾ. 1980 ഗവൺമെന്റ് വന്നപ്പോൾ സഖാവ് നായനാർ എന്ത് ചെയ്തു? പാവപ്പെട്ട കർഷക തൊഴിലാളിയുടെ അധ്വാനത്തിന് മൂല്യമുണ്ട്. തുക്കടി സാഹിബിനും ഉദ്യോഗസ്ഥന്മാർക്കും മാത്രമല്ല പെൻഷൻ. എന്റെ ഈ പാവപ്പെട്ട വർഗത്തിന് ഞാനിതാ പെൻഷൻ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന കരുണാകരൻ പറഞ്ഞു, ഉൽപാദനക്ഷമമല്ല ആരോഗ്യവാസന്മാർ, അതുകൊണ്ട് പെൻഷനെ എതിർത്തു. ഇപ്പോഴതിന്റെ വേറൊരു പകർപ്പ് എതിർക്കുന്നത് ഇപ്പോൾ അവിടെ ആരാ? KC വേണുഗോപാലൻ. KC വേണുഗോപാലൻ എന്താ പറഞ്ഞത്? കൈക്കൂലിയാണ് ഈ പെൻഷനിൽ നിന്നാണ്. അന്ന് 45 ഉറുപ്പിയുള്ളൂ. ഇന്നിപ്പോഴെത്രയായി? കുറച്ച് പറ. 2000 ഉറുപ്പിയായി. 1600 ഒറ്റ അടിക്കാണ് 2000 ഉറുപ്പിയാക്കി വർദ്ധിപ്പിച്ചത്. എന്നോട് തന്നെ പലരും പറഞ്ഞിട്ട്, മാഷേ
ഒരു 100 റുപ്യെങ്കിലും വർദ്ധിപ്പിക്കണം. കാരണം നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിയല്ലേ, എല്ലാവർക്കും അതറിയാം. ഒരു 100 റുപ്യെങ്കിലും വർദ്ധിപ്പിക്കണം എന്ന് എന്നോട് എത്രയോ ആൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുക. ഇത് അതാണ് 400 റുപ്യ വർദ്ധിപ്പിച്ചു. 2 ലക്ഷം കോടി റുപ്യയാണ് കേരളത്തിന് കേന്ദ്രം തരാൻ ബാക്കി. 2 ലക്ഷം. ആ പണമാറ്റം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ 2000 അല്ല, എത്ര കൊടുക്കും? 2500 അല്ല, 3000 അല്ല, അതിന്റെ അപ്പുറവും പോകും. കേന്ദ്രം തരേണ്ടത് പണം മുഴുവൻ കിട്ടിയാൽ നമ്മൾ ഒത്തിരിയാക്കും. കാരണം നമ്മുടെ അടുത്ത മുദ്രാവാക്യം എന്താന്ന്? ദാരിദ്ര്യം അവസാനിപ്പിക്കലാണ്. ദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിന് ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് 1600 എന്താക്കിയത്, 2000 ആക്കിയത്. ഇനിയും വർദ്ധിപ്പിക്കണം. ഇപ്രാവശ്യം എത്രയാ പെൻഷൻ കൊടുക്കുന്നത്, കിട്ടുന്നത്? ഒരു വീട്ടിൽ 2 ആളുണ്ട് വെച്ചോ, എത്രയായി? 2 ആളുണ്ടെങ്കിൽ 3600ഉം 7200. ഇനിയിപ്പോ ഒരു വീട്ടിൽ 35 വയസ്സ് കഴിഞ്ഞ 60 വയസ്സിനിടയിലുള്ള 2 പെണ്ണുങ്ങളുണ്ട് വെച്ചോ, അല്ല 1 മതി, ഒരു പെണ്ണുങ്ങളുണ്ട് വെച്ചോ, എത്രയായി? 1000. അപ്പൊ എത്രയായി? 7200ഉം 1000. അവിടെ തന്നെ ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയിട്ട് ഒരു ചെറുപ്പക്കാരനും ഉണ്ട് വെച്ചോ, എത്രയായി? 1000 ആയി. അപ്പൊ എത്രയായി? അവിടെ തന്നെ നിങ്ങൾക്കറിയുന്നത് പോലെ ഒരു ആശാ വർക്കറും കൊണ്ട് വെച്ചോ, പുതുതായിട്ട് എത്ര കൊടുത്തു? 1000 കൊടുത്തു. എത്രയായി അന്നേരം ഒരു വീട്ടിൽ? ഇങ്ങനെ ഒരു 3-4 കൊല്ലം കഴിയുമ്പോഴേക്ക് ആ ചെറുപ്പക്കാരൻ എന്താവും? നമ്മൾ തന്നെ ജോലി കൊടുക്കും കേരളത്തിൽ. കാരണം നമ്മൾ പശ്ചാത്തല സൗകര്യം വികസിപ്പിച്ച് 3,50,000 ചെറുകിട സംരംഭക പ്രവർത്തനം ആരംഭിച്ചു. 3.5 ലക്ഷം. എത്രയാൾക്ക് ജോലിയായി? 1-ൽ 2 ആൾക്ക് കിട്ടിയ എത്രയാളായി? 7 ലക്ഷം. അവർക്കെല്ലാം ഒരു 20,000, 30,000, 40,000, 50,000 രൂപ വരുമാനമായി. ഇപ്പൊ ഇവിടെ എംപ്ലോയി നമ്മുടെ PSC മുഖേന എത്രയാൾക്ക് ജോലി കൊടുത്തു? 3 ലക്ഷം. ഒരു 40,000, 50,000 രൂപ അതുമായി. ഇങ്ങനെ ഓരോരോ കുടുംബവുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖം, ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ തുറമുഖമായി എന്തു മാറി? വിഴിഞ്ഞം തുറമുഖം മാറി. അവിടെ ഒരു ത്രികോണാകൃതിയുള്ള വികസന പ്രോജക്റ്റ് ഇപ്പോൾ കൊണ്ടുവന്നില്ലേ? കൊല്ലം ജില്ലയുടെ ഇങ്ങേ അറ്റം മുതൽ അവിടെ തന്നെയുള്ള പുനലൂര്, അതിന്റെ അങ്ങേ അറ്റത്ത് വിഴിഞ്ഞം ചേർത്തുകൊണ്ടൊരു ത്രികോണം, ഒരു പുതിയ ടൗൺ പ്ലാൻ നടത്തുകയാണ്. അവിടെ ലോജിസ്റ്റിക് സംവിധാനം ഉയരുകയാണ്. അവിടെ വളരെ ഫലപ്രദമായിട്ടുള്ള നാഷണൽ ഹൈവേ അവിടത്തേക്ക് തന്നെ എത്തുകയാണ്. അതുപോലെ തന്നെ റെയിൽവേ സംവിധാനം വരികയാണ്. ചരക്ക് അവിടെ ഇറക്കിയിട്ട് വേറെ കപ്പലിലേക്ക് കൊണ്ടുപോകല്ല, മറ്റ് മേഖലയിലേക്ക് കൊണ്ടുപോകാനുള്ള ട്രാൻസ്പോർട്ടിംഗ് സംവിധാനം ആരംഭിക്കുകയാണ്. ചിത്രം മാറിയില്ലേ? അപ്പൊ നമ്മളെല്ലാം ആലോചിക്കും. നമ്മളൊരു പേര് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വിജ്ഞാന സമൂഹം. കേട്ടിട്ടുണ്ടാവും വിജ്ഞാന സമൂഹം. അതിന്റെ ഒപ്പം തന്നെ വേറൊരു പേരും കൂടിയുണ്ട്. അതെന്നാ? വിജ്ഞാന, കുറച്ച് ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഗോവിന്ദമാഷ് എന്തൊക്കെയോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല, ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു, ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. വിജ്ഞാനം, എന്ത് വിജ്ഞാനം, എന്ത് വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ, എന്ത് വിജ്ഞാന സമൂഹം, ഒന്നും തിരിയുന്നില്ല. പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ. എക്കണോമിക്സ് പഠിച്ച ആളുണ്ടോ ഇതിൻ്റെ അകത്ത്? ഉണ്ടെങ്കിൽ കൈവന്തിക്കും. ആരെങ്കിലും നോക്കട്ടെ. ആരും കൈവന്തിക്കൂല എന്ന് എനിക്കറിയാം. ഇല്ല, ഇതല്ല, ഒന്തിക്കൂല. അതായത് എക്കണോമിക്സ് പഠിപ്പിക്കുന്നത് മനുഷ്യ സമൂഹത്തിന്റെ വളർച്ചയുടെ വികാസത്തിന്റെ ഘട്ടത്തിലെ ഉൽപാദന വിതരണ നിയമങ്ങളെ പറ്റിയാണ് എക്കണോമിക്സിന്റെ അജണ്ട, അല്ലെങ്കിൽ അതിന്റെ സിലബസ്. എന്താ അതിന്റെ മർമ്മം? ഈ സമ്പത്ത് വ്യവസ്ഥയുടെ മർമ്മം എന്താണ്? ഊഹിച്ചു പറയാൻ പറ്റും. എന്താണ്? മുതലാളിത്തത്തിൽ മൂലധനമാണ്, പണമൂലധനം. എന്നാൽ കേരളത്തിൽ പണമൂലധനമല്ല, പിന്നെന്നാ? വിജ്ഞാന മൂലധനം, അറിവ്, നോളജ്. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ തുടങ്ങിയ ഒരു പുതിയ പദ്ധതിയാണ് സ്റ്റാർട്ടപ്പ് മിഷൻ. 15,000 സ്റ്റാർട്ടപ്പുകളാണ് കേരളത്തിൽ രൂപപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വ്യവസായങ്ങൾ നമുക്ക് കൊണ്ടുവരാം. അതിനെവിടുന്ന് പണം എന്ന് ചിലപ്പോൾ ചോദിക്കുന്നുണ്ട്. അവരോട് എനിക്ക് ഉറപ്പായിട്ട് പറയാ, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടത്തിയപ്പോ കേരളത്തെ പറ്റി എല്ലാ തെറ്റിദ്ധാരണയും മാറി. ഇന്ത്യയിലെ ഏറ്റവും 1-ാം സ്ഥാനത്തുള്ള വ്യവസായ സൗഹൃദ നാടായിട്ട് കേരളം മാറി. അതിന്റെ 1-ാം സ്ഥാനത്ത് നമ്മൾ വന്നു. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് കൊച്ചിയിൽ നടത്തിയപ്പോ 26 രാജ്യങ്ങളിൽ നിന്നായി
2500 ആളുകൾ പങ്കെടുത്ത പരിപാടി ഞാൻ ഉൾപ്പെടെ പങ്കെടുത്തു. ഞങ്ങളെല്ലാം പോയി കണ്ടു കേട്ടു. 2 ദിവസം പരിപാടി കഴിഞ്ഞപ്പോ ഞാൻ ഈ പറഞ്ഞ 2500 ആളുകൾ 26 രാജ്യങ്ങളിൽ നിന്ന് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഈ കേരളത്തിൽ നിക്ഷേപിക്കാൻ വേണ്ടി ഞങ്ങളിതാ ബോണ്ട് പോലെ നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 2 ലക്ഷം കോടി രൂപയുടെ സമ്മതപത്രം രാജീവനെ ഏൽപ്പിച്ചു. എത്ര ലക്ഷം? 2 ലക്ഷം കോടി. അപ്പോ ഏത് പ്രൊജക്ട് തുടങ്ങാനും നമുക്ക് ഇവിടെ എന്തുണ്ട്? പണമുണ്ട്. പണമില്ലാതെ ഒരു കാര്യം കേരളത്തിലില്ല. ഇത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിനും ആലോചിക്കാൻ സാധിക്കുന്നതല്ല. കേരളത്തിന്റെ പ്രത്യേകതയാണ്. തുരങ്കപ്പാത കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മൾ അവിടെ ഇവിടെ ചെറിയ ചെറിയ തുരങ്കം കണ്ടിട്ടുണ്ട്. ഇത് കിലോമീറ്റർ ദൂരത്തിൽ തുരങ്കം എവിടെയാ ഉണ്ടാക്കുന്നത്? കോഴിക്കോട് ജില്ലയുടെ അങ്ങേ അറ്റത്തുനിന്ന് തുടങ്ങുകയാണ് തുരങ്കം. ഇന്നലെ ഞാൻ അവിടുന്നാ വന്നത്. ജമീല സഖാവ് അന്തരിച്ചിട്ട് ഞാൻ അവിടത്തേക്ക് വന്നത് ആ വഴിയാണ്. ചുരം വഴിയാണ്. എത്രയാ ബ്ലോക്ക്? എല്ലാ ബ്ലോക്കും പോവും. ഇരട്ടപ്പാതയാണ് തുരങ്കത്തിലൂടെ. ലക്ഷക്കണക്കിന് 1000കണക്കിന് കോടിയാണ് ചെലവ്. കേരളത്തിനല്ലാതെ മറ്റാർക്കെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഇങ്ങനെ കേരളത്തിന്റെ സമഗ്ര വികസനത്തിനു വേണ്ടി സഖാവ് രാജീവൻ എന്നോട് പറഞ്ഞത് 1 മാസം നമുക്ക് 10,000 കോടി രൂപയുടെ പ്രൊജക്ട് വീതം തുടങ്ങാമെന്നാണ്. 1 മാസം 10,000 കോടി രൂപയുടെ പ്രൊജക്ടുകൾ നമുക്ക് തുടങ്ങാം. ഇനി ഇപ്പൊ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ മുഖച്ഛായ മാറും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് ആൾക്ക് തൊഴിൽ കൊടുക്കും. ആ തൊഴിൽ നേടുന്നതിന്റെ ഭാഗമായിട്ട് വളരെ ഫലപ്രദമായ ഒരു ജീവിതം വരും. ആളോഹരി വരുമാനം കൂടും. ഇതെല്ലാം വന്നാൽ എന്താ കേരളത്തിന്റെ ഒരു അവസ്ഥ? ഞാൻ നേരത്തെ പറഞ്ഞ സാഹചര്യങ്ങളെല്ലാം കൃത്യമായി വന്നു നോക്കാം. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ നമുക്ക് സാധിക്കുന്നു. എല്ലാവർക്കും ഭൂമിയാകുന്നു. എല്ലാ ഭൂമിക്കും സ്മാർട്ട് രേഖയാകുന്നു. പിന്നെ വീടാകുന്നു. ആശുപത്രി സൗകര്യമാകുന്നു. വിദ്യാഭ്യാസ സംവിധാനമാകുന്നു. എല്ലാമായാൽ പിന്നെന്താ വേണ്ടേ? പറഞ്ഞോട്ടെ. ദാരിദ്ര്യമില്ല എന്നാക്കിയല്ലോ. ദാരിദ്ര്യമില്ല, പട്ടിണിയില്ല, വസ്ത്രമില്ലായ്മയില്ല, അല്ലുണ്ട്. ഇങ്ങനെയെല്ലാം കഴിഞ്ഞാൽ പിന്നെ എന്താ മനുഷ്യന് വേണ്ടത്? ആരോഗ്യം നേരത്തെ പറഞ്ഞില്ലേ, ആരോഗ്യത്തിൽപ്പെട്ടു. അപ്പൊ നമ്മൾ എന്താ വേണ്ടെന്നൊരു പിടുത്തമില്ല. നമുക്കൊരു പിടുത്തം വേണം. ഞാൻ ഇനി പറയാൻ പോകുന്നതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതായത് ഇനി വേണ്ടത് ആഹ്ലാദകരമായ ഒരു ജീവിതമാണ്. ഹാപ്പിനെസ്സിലേക്ക് പോകണം. ഭൂട്ടാനെ പോലെ ലോകത്തിലെ പല രാജ്യങ്ങളും. നമ്മുടെ സ്ഥാനം, ഇന്ത്യയുടെ സ്ഥാനം 126ാമത്തെ സ്ഥാനമാണ്. കേരളമാണ് അതിന്റെ മുമ്പന്തിയിൽ. കയറിക്കിടക്കാൻ ഇടയില്ലാത്തതിനോട് ഹാപ്പിനെസ്സിനെ പറ്റി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഉച്ചക്ക് ഭക്ഷണമില്ല, നീ ഹാപ്പിനെസ് എന്ത് ഹാപ്പിനെസ്? നമുക്കിതെല്ലാം ഉണ്ട്. അപ്പൊ നമുക്കെന്ത് വേണം? നമുക്ക് ഹാപ്പിനെസ്സിലേക്ക് പോകാം. അതിന് പ്രത്യേക പരിശീലനമൊക്കെ വേണം. ഞാനിപ്പോൾ അതൊന്നും വിശദീകരിക്കുന്നില്ല. പക്ഷെ നിങ്ങളിങ്ങനെ ഉത്തരവില്ലാത്തവരാവാൻ പാടില്ല. ഈ മൗലികമായ കാര്യങ്ങളെല്ലാം പൂർത്തിയായാൽ നമുക്കെന്ത് വേണം? നമുക്ക് സന്തോഷാത്മകമായ ഒരു ജീവിതം വേണം. പണം ഉള്ളത് കൊണ്ട് മാത്രം എന്താവൂല? സന്തോഷാവൂല, സന്തോഷാത്മക ജീവിതാവൂല. അതിനൊരുപാട് ഘടകങ്ങൾ വേറെയുണ്ട്. ഇപ്പൊ ഞാൻ പ്രസംഗിക്കുന്നില്ല. ഇനി അടുത്ത പ്രസംഗത്തിൽ അത് പറയാം. അപ്പൊ അത് വിശദീകരിക്കാൻ പുറപ്പെട്ട കുറെ അധികം പറയാനുണ്ട്. കുറെ സയൻസാണ്. നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ, അത് ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേകമായ ഒരുപാട് ഹോർമോൺസ്, അതിനെല്ലാം കൂട്ടായ സംരംഭത്തോടു കൂടിയാണ് ഹാപ്പിനെസ് ഉണ്ടാകുക. അല്ലാണ്ട് വെറുതെ ഹാപ്പിനെസ് ഉണ്ടാവില്ല. അപ്പോ ആ തരത്തിൽ കേരളത്തെ നമുക്ക് എന്തിലേക്ക് നയിക്കണം? ഹാപ്പിനെസ്സിലേക്ക് നയിക്കണം. ഇതിന് 1 കൊല്ലം കൊണ്ട് 2 കൊല്ലം കൊണ്ടൊന്നല്ല. ഞാൻ ഇങ്ങനെ പറയാം, ഒരു 10-20 വർഷം കൊണ്ട് ഒരു 400 കൊല്ലക്കാലത്തെ വളർച്ച നേടിയ രാജ്യത്തെ, ലോകത്തെ വികസിത അർദ്ധവികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിതത്തെക്കാൾ മെച്ചപ്പെട്ട, അവിടെ ദാരിദ്ര്യം അവസാനിക്കുമല്ലോ, ഇവിടെ ദാരിദ്ര്യം അവസാനിച്ചിരിക്കുകയാണ്, മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുക എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ് നവകേരളം. ആ നവകേരളത്തെ രൂപപ്പെടുത്താനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നത്. അതിന്റെ പശ്ചാത്തല സൗകര്യം മുഴുവൻ രൂപപ്പെടുത്തുന്നതും അതിനാവശ്യമായ രീതിയിലുള്ള ഏറ്റവും ശക്തമത്തായ മുൻകൈയോടെ പ്രവർത്തിക്കുന്നതും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗവൺമെന്റ് സംവിധാനം പോലെ തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. 3 തലത്തിലാണ്: കേന്ദ്രം, സംസ്ഥാനം, പിന്നെ അത് വേഗം പറയാതെ പിന്നെ മത്സരിക്കുന്നവരാണ് പ്രാദേശിക പഞ്ചായത്തല്ല, പ്രാദേശിക ഗവൺമെന്റ്. അപ്പൊ എത്ര ഗവൺമെന്റായി? കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ്, പ്രാദേശിക ഗവൺമെന്റ്. ആ പ്രാദേശിക ഗവൺമെന്റുകളുടെ സഹായത്തോടു കൂടിയാണ്
അതിദാരിദ്ര്യം ഉൾപ്പെടെ അവസാനിപ്പിക്കാൻ നമുക്ക് സാധിച്ചത്. ഇല്ലെങ്കിൽ സാധിക്കില്ല. അപ്പൊ ഈ പഞ്ചായത്തുകളെ ശക്തിപ്പെടുത്തണം. മുനിസിപ്പാലിറ്റികളെയും കോർപ്പറേഷനുകളെയും ബ്ലോക്ക് പഞ്ചായത്തിനെയും ജില്ലാ പഞ്ചായത്തിനെയും എല്ലാം മുന്നിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ഞാൻ ഈ 14 ജില്ലാ കമ്മിറ്റികൾ മീറ്റ് ചെയ്ത് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ആദ്യമായിട്ടാണ് ഞാൻ 14 കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കുന്നത്. ആ സംസാരത്തിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ട് പറയാം. കേരളത്തിലെ കോർപ്പറേഷനുകളിൽ ഇപ്പോഴത്തെ 5 എണ്ണം ഉണ്ട്. അത് കഷ്ടിയായിട്ട് ജയിക്കുന്ന കോർപ്പറേഷൻ ഉൾപ്പെടെയാണ്. തിരുവനന്തപുരമായാലും കൊല്ലമായാലും എറണാകുളമായാലും തൃശൂരായാലും കോഴിക്കോടായാലും ഏറ്റവും അവസാനം കണ്ണൂരായാലും ബാക്കി 5 എണ്ണം നമുക്ക് കിട്ടിയതാണ്. കണ്ണൂർ മാത്രമേ കിട്ടാതുള്ളൂ. ആ കണ്ണൂർ ഉൾപ്പെടെ പിടിച്ചെടുത്തുകൊണ്ട് 6 കോർപ്പറേഷനുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി അതിശക്തിയായ സ്വാധീനം നേടി മുന്നോട്ടേക്ക് പോയി. കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്തുകളും അങ്ങനെ നമ്മൾ തോൽക്കുന്ന ജില്ലാ പഞ്ചായത്താണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത്, വയനാട് ജില്ലാ പഞ്ചായത്ത്. നമ്മളിവിടെ ഇന്നലെ ഞാൻ അവിടെ വയനാട് മീറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇപ്രാവശ്യം ജയിക്കും. വയനാട് ജില്ലാ പഞ്ചായത്ത് ജയിക്കും. വയനാട്ടിലെ പഞ്ചായത്തുകളിൽ മഹാഭൂരിപക്ഷം ജയിക്കും. മലപ്പുറത്തെ പഞ്ചായത്തുകളിൽ ഭൂരിപക്ഷം ജയിക്കും. ഈ കേരളത്തിന് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞതാണ്, വെറുതെ പറഞ്ഞതല്ല. ഈ കേരളത്തിന്റെ ഇതപര്യന്തമുള്ള ചരിത്രത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ പോലെ ഇത്രയും വമ്പിച്ച വിജയം നേടിയ ഒരു കാലം ഭൂതകാലത്തിന്റെ ചരിത്രത്തിലില്ല. അത്രയും ഉജ്ജ്വലമായ ഒരു മുന്നേറ്റത്തിലേക്കാണ് കേരളം മാറുന്നത്. ആ മാറ്റത്തിൽ ബേഡകം പഞ്ചായത്തിനെ പറ്റി ഞാൻ പണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഘട്ടത്തിലൊക്കെ ബേഡകം ആകെ ഒറ്റ പഞ്ചായത്താണ്, ഒരു ലോക്കൽ കമ്മിറ്റി കുറ്റിക്കോല്. അതാണ് പറയാൻ പോകുന്നത്. ഇപ്പൊ ഞാനിവിടെ കുറ്റിക്കോല, ഇപ്പൊ അടുത്ത ഭാഗത്ത് കുറ്റിക്കോലുണ്ട്, വലത്ത ഭാഗത്ത് ബേഡകവുണ്ട് ഇരിക്കുന്നത് ഇല്ലേ. 19 ഇവിടെയുണ്ട്, 17 അപ്പുറമുണ്ട്. ഈ 2 മേഖലയിൽ ഒരു പഞ്ചായത്തിൽ ഇപ്പൊ 2 പഞ്ചായത്തായിട്ട് മാറി. ലോക്കൽ കമ്മിറ്റി എത്രയായ മാറിയത്? 11 ഒറ്റയെന്നായി കേട്ടോ. ഒരറ്റം മുതൽ എവിടുന്ന് അങ്ങ് കരിശ്ശേരി മുതൽ ഇങ്ങ് ബന്ദർക്ക വരെ ഒറ്റ ലോക്കൽ കമ്മിറ്റി ആയിരുന്നു ഇവിടെ അന്ന് സംഘടനാ രംഗത്ത്. അതാണിപ്പോ 11 എണ്ണായത്. പഞ്ചായത്താണ് വടകം പഞ്ചായത്ത് 2 പഞ്ചായത്തായിട്ട് മാറി. എന്തൊക്കെ മാറ്റം ഉണ്ടായ? വലിയ മാറ്റം ഉണ്ടായി, വലിയ വളർച്ച നേടി. ഈ റോഡ് പഴയ കാലത്ത് റോഡായിരുന്നു. പീരാഗവേട്ടൻ MLA ആകുന്നതിന് മുമ്പുള്ള റോഡ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ റോഡാണ് ഇന്നത്തെ ഈ നിലയിലേക്ക് എത്തിയത്. എന്തെല്ലാം വമ്പിച്ച വളർച്ചയാണ്. ഞാനതിന്റെ ഒന്നും വിസ്തീർണത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് തന്നെ നേരിട്ട് അറിയുന്നതാണല്ലോ ബടകത്തെയും കുറ്റിക്കോലിനെയൊക്കെ. ഗുണ്ടാ സംഘത്തിന്റെ വിളയാട്ട മേഖലയായിരുന്നു ഞാനിവിടെയുള്ളപ്പോൾ. ഞാനിവിടെ ഈ ഏരിയ അതിർത്തിയിലെ അന്ന് കാസർഗോഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ജലം കുടിച്ചേർന്ന ഒരു ഏരിയ കമ്മിറ്റിയാണ്. അതിന്റെ സെക്രട്ടറി ആയിട്ട് ഞാനിവിടെ വരുമ്പോൾ ഉള്ള സംഭവം അതായിരുന്നു. എല്ലാറ്റിനെയും അതിജീവിച്ചുകൊണ്ടല്ലേ നമ്മുടെ പ്രസ്ഥാനവും ഇടതുപക്ഷ പ്രസ്ഥാനവും ആകെ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് വന്നത്. ഇന്ന് ഈ 2 പഞ്ചായത്തുകളും അതിശക്തിയായ രീതിയിൽ ഭൂരിപക്ഷത്തോടെ മുന്നോട്ടേക്ക് വരാൻ സാധിക്കുന്ന അവസ്ഥയുണ്ടായത്. അതുകൊണ്ട് ഇനിയും നമുക്കിതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ജനങ്ങളുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുന്ന രീതിയിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ജനജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കുക എന്നുള്ളതാണ്, ഒരു പുതിയ സമൂഹത്തെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഗവൺമെന്റും അതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെ എല്ലാം അതിശക്തിയായ രീതിയിൽ ഈ കേരളത്തെ പുതിയ കേരളമാക്കുന്നതിന് വേണ്ട പ്രക്രിയയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ ഈ 2 പഞ്ചായത്തിലും, കുറ്റിക്കോൽ പഞ്ചായത്തിലെയും ബേഡകം പഞ്ചായത്തിലെയും സ്ഥാനാർത്ഥികൾക്ക് അവരവരുടെ ചിഹ്നം, മിക്കവാറും അരിവാൾ ചുറ്റി നക്ഷത്രമാണ്, അതിന്റെ ഒപ്പം അരിവാളും ഉണ്ട് ഇല്ലേ, നെൽക്കതിരുണ്ട്. ഈ 2 ചിഹ്നം മാത്രമേ ഉള്ളൂ. ഈ 2 ചിഹ്നത്തെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ ഓരോരുത്തരും വോട്ട് ചെയ്യുന്ന വോട്ടർമാരായിട്ടല്ല, ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകരായി, സംഘാടകരായി നിങ്ങൾ മാറണം. ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, ജില്ലാ പഞ്ചായത്തിലെ സാബുവല്ലേ മത്സരിക്കുന്നത്, സാബു മത്സരിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് ഉറപ്പായിട്ടും നമുക്ക് ജയിക്കണം. ബ്ലോക്ക് പഞ്ചായത്തുകൾ മിക്കവാറും ബ്ലോക്ക് പഞ്ചായത്ത് ഇപ്പൊ തന്നെ നമ്മുടേതാണ്. ആ ബ്ലോക്ക് പഞ്ചായത്തുകളെല്ലാം ജയിക്കണം. ഗ്രാമപഞ്ചായത്തുകൾ വലിയ രീതിയിൽ മഹാഭൂരിപക്ഷം പഞ്ചായത്തും ജയിപ്പിക്കാൻ നമുക്കാവും. അത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ നിങ്ങളുടെ എല്ലാം പരിപൂർണമായ പിന്തുണയുണ്ടാവണം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.